ഇന്ന് രാവിലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സും തോമസ് ഐസക്കും ന്യായീകരണവുമായിട്ട് വന്നു. ഇതിലെ തോമസ് ഐസക്കിന് നോട്ടീസ് ഉള്ളതാ, അദ്ദേഹം ന്യായീകരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് കിട്ടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലാതെ ആരാണ് ന്യായീകരിക്കാൻ വരിക? ഇവരെല്ലാം പറഞ്ഞ ന്യായീകരണത്തിന്റെ ഏതാണ്ട് ആകെ തുക എന്ന് പറയുന്നത് ഇതാണ്. തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്ക് ED ഉപയോഗിച്ച് BJP CPMനെ എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വാദം. ഇക്കൂട്ടത്തില് നമ്മുടെ MV ഗോവിന്ദൻ മാഷിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയായിട്ട് ഇത് സംബന്ധിച്ച് നോട്ടീസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തേ വരുന്നില്ല, എന്താണ് വരാൻ ഇത്ര താമസം എന്ന് കരുതിയിരിക്കുകയായിരുന്നു നമ്മുടെ ഗോവിന്ദൻ മാഷ്. ഇപ്പൊ അത് വന്നു കണ്ടപ്പം പെരുത്തു സന്തോഷം. ഇത് CPM കേരളത്തിലെ ലോക്കൽ ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. കുറച്ചുകൂടെ ദേശീയ തലത്തിൽ നാഷണൽ ലെവലില് BJP അത് ചെയ്യുന്നേ ഉള്ളൂ. കേരളത്തിൽ എന്തുവാണ് CPM ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പെണ്ണുകേസ് തപ്പിക്കൊണ്ടുവരും. ചിലപ്പോൾ ഒരു MLA-ക്കെതിരായിട്ടുള്ളതാവും, ചിലപ്പോൾ MP-ക്കെതിരായിരിക്കും, ചിലപ്പം മുൻ മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു പെണ്ണുകേസ് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി സന്തോഷമായി എന്നുള്ള മട്ടാണ് ഇവിടുത്തെ CPM-ന്. ഇവിടെ പലർക്കുമെതിരെ ഇതുപോലുള്ള കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓർമ്മയില്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരായിട്ട് ആരും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനൊന്നും പറയുന്നതല്ല. കുറ്റാരോപിതയായ സ്ത്രീയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അദ്ദേഹത്തെ CBI അന്വേഷണത്തിന് വിട്ടുകൊടുത്തു ഇവിടുത്തെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാർ.